إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله هدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികൾ, പ്രപഞ്ചനാഥനായ കരുണാവാരിധിയായ സ്നേഹവാത്സല്യനിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പടച്ച റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം സ്വന്തം നഫ്സിനെയും പിന്നെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ യഥാർത്ഥ മുത്തഖീങ്ങളായി മരണം വരെ ജീവിക്കുവാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ന് നമ്മളുടെ കേരളത്തിലുള്ള കാലാവസ്ഥ നമുക്കറിയാം, മഴയാ. നിൽക്കാതെയുള്ള മഴയും തണുപ്പുമൊക്കെ നമുക്ക് നമ്മുടെ കാലാവസ്ഥയായി ഇന്ന് കാണാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ഒരു അനുഗ്രഹമാണ് മഴ എന്ന് നമുക്കറിയാം. എന്നാൽ പല ഭാഗങ്ങളിലും പല ദിക്കുകളിലും ആ മഴ മൂലം ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും നമുക്ക് കാണാം. മഴ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ഒരു അനുഗ്രഹമാണ്. എന്നാൽ അത് ചില സമയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നറിയിപ്പ് കൂടിയാണ് എന്നാണ് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്.
ഒന്നാമതായി കൊണ്ട് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ എന്നത് അത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ശിക്ഷയാണ്, പരീക്ഷണമാണ് എന്ന് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്ക് കാണാം. അങ്ങനെ ഖുർആനിന്റെ ആയത്തുകളിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ, ആ ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മഴ അത് അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകളിൽ പരാമർശിപ്പിച്ച സ്ഥലങ്ങളിലെല്ലാം നമുക്ക് മാ അല്ലെങ്കിൽ അതുപോലെ തന്നെ അൽ ഗൈസ് എന്നൊക്കെ കാണാൻ സാധ്യമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയുമായി ബന്ധപ്പെട്ട് ശിക്ഷ എന്ന അർത്ഥത്തിൽ ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പരാമർശിച്ച ഭാഗങ്ങളിലെല്ലാം മത്ർ എന്ന് നമുക്ക് കാണാൻ സാധ്യമാണ്. സൂറത്തു ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت. ഖിയാമത്ത് നാളിൽ അതെപ്പോ സംഭവിക്കും എന്നുള്ളതും മഴ അതെപ്പോ പെയ്യണം അല്ലെങ്കിൽ എപ്പോ പെയ്യുമെന്നുള്ളതും അതുപോലെ തന്നെ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞ് അത് ആദ്യഘട്ടത്തിൽ തന്നെ അതാണാണോ പെണ്ണാണോ എന്താണോ എന്നുള്ളത് അറിയുന്നതും അതുപോലെ തന്നെ നാം എവിടെ വെച്ച് എപ്പോ മരണപ്പെടും, എങ്ങനെ മരണപ്പെടും, ഏത് സമയത്ത് മരണപ്പെടും എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാമുള്ള അറിവുള്ളത് അത് അല്ലാഹുവിനാണ്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അല്ലാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു തരുന്നത് കാണാം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ അൽ ഗൈസ് എന്ന പദം അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പ്രയോഗിച്ചതായി നമുക്ക് കാണാം. സൂറത്തു മുഅ്മിനൂൻ 18ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദർ ഫഅസ്കന്നാഹു ഫിൽ അർദ്. മഴ എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ചില തോതുകളുണ്ട്. ആ തോതനുസരിച്ചുകൊണ്ട് ഈ ദുനിയാവിലേക്ക് ഭൂമിയിലേക്ക് ഇറക്കുകയും അത് ഈ ഭൂമിക്ക് താങ്ങാവുന്ന രൂപത്തിൽ അത് ഈ ഭൂമിയിൽ തങ്ങി നിർത്തുകയും ചെയ്യുന്നത് അല്ലാഹുവാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. എന്നാൽ അല്ലാഹുവിന് അതുപോലെ തന്നെ ആ മഴയെ, ആ വെള്ളത്തെ തിരിച്ചെടുക്കുവാൻ, ഭൂമിയിലുള്ള വെള്ളം അത് വറ്റിച്ചു കളയുവാനുള്ള കഴിവും അല്ലാഹുവിനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. അവിടെ അല്ലാഹു അനുഗ്രഹമായി കൊണ്ട് നമുക്ക് നൽകിയ മഴയെക്കുറിച്ച് സൂചിപ്പിക്കുന്നിടത്ത് മാ അൽ ഗൈസ് എന്നുള്ള പദങ്ങൾ നമുക്ക് കാണാം. എന്നാൽ ഇതുപോലെ തന്നെ ശിക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആയത്തുകളിൽ കാണാം. സൂറത്തു ശുഅറാ 173ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമതർനാ അലൈഹിം മതറ. വമതർനാ അലൈഹിം, അവർക്ക് മുകളിൽ മഴ വർഷിപ്പിച്ചു. മതറൻ, നല്ലൊരു മഴ. 2 പ്രാവശ്യം അവർക്ക് മുകളിൽ മഴ വർഷിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വീണ്ടും മത്റൻ എന്ന പ്രയോഗം, മഴ എന്ന പ്രയോഗം വീണ്ടും ഉപയോഗിക്കുന്നത് അറബി ഭാഷയിൽ അതിനൊരു കാഠിന്യം, ഒരു ശിദ്ദത്ത് കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമുക്ക് കാണാം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയുമായി ബന്ധപ്പെട്ടിട്ടാണ്. സൂറത്തു അറാഫിൽ ഇതുപോലെ തന്നെ സമാനമായ മറ്റൊരു ആയത്ത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമതർനാ അലൈഹിം മത്റൻ ഫൻദുർ കൈഫ കാന ആകിബത്തുൽ മുജ്രിമീൻ. അവർക്ക് മുകളിൽ ശിക്ഷയായി കൊണ്ട് മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷിപ്പിച്ചു. ഫൻദുർ കൈഫ കാന ആകിബത്തുൽ മുജ്രിമീൻ. കുറ്റവാളികളായ ആളുകൾ അവരുടെ പര്യവസാനം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങളൊന്ന് നോക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, പറയുകയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രതിപാദിക്കുന്നത്. അപ്പൊ ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് മഴ എന്നത് അത് അല്ലാഹുവിന്റെ അനുഗ്രഹമായിട്ട്
കാരുണ്യമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പരീക്ഷണം കൂടിയാണ് എന്നതാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്. സബഅ ഗോത്രത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് നമുക്ക് കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല സബഅ ഗോത്രത്തിന് അണക്കെട്ടുകളും തോട്ടങ്ങളും അങ്ങനെ തുടങ്ങിയ എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി എന്നതാണ്. എന്നാൽ അല്ലാഹുവിനെ ധിക്കരിച്ച ഉടൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു പ്രളയം അതിലൂടെ അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് അദ്ദേഹം 900-ൽ പരം വർഷം അദ്ദേഹം ദഅവത്ത് നടത്തി. എന്നാൽ വിരലിൽ എണ്ണാവുന്ന ഏതാനും ചില ആളുകൾ മാത്രമാണ് ഇസ്ലാമിലേക്ക് അന്ന് കടന്നു വന്നത്. പിന്നീട് അവിടെ ശിക്ഷ ഇറങ്ങുകയുണ്ടായി. വലിയ മഴയും അതുപോലെ തന്നെ പ്രളയവും അന്ന് ഉണ്ടാകുകയുണ്ടായി. അതിലൂടെ ആ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചു എന്ന് നമുക്ക് കാണാം. ഫിർഔനിന്റെ അന്ത്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് അതും വെള്ളത്തിലാണ്. അപ്പോ വെള്ളമെന്നുള്ളത്, ജലമെന്നുള്ളത്, മഴ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം കൂടിയാണ് എന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മനുഷ്യർക്ക് അല്ലാഹു നൽകിയ വലിയ കാരുണ്യവും അനുഗ്രഹവുമാണ്. കാരണം മനുഷ്യ സൃഷ്ടിപ്പിന്റെ നിദാനം തന്നെ അത് വെള്ളത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് നിർത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അല്ലെ, മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് കളിമണ്ണിൽ നിന്നാണ്, വെറും മണ്ണിൽ നിന്നല്ല, കളിമണ്ണിൽ നിന്നാണ്. വെള്ളവും മണ്ണും കൂടിച്ചേരുമ്പോഴാണ് കളിമണ്ണ് ഉണ്ടാകുന്നത്. അങ്ങനത്തെ കളിമണ്ണിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അംബിയാഇന്റെ 30-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, അവലം യറോ അല്ലദീന കഫറൂ, അല്ല കാഫിരീങ്ങൾ അവിശ്വാസികളായ ആളുകൾ അവർ കാണുന്നില്ലേ, അന്നസ്സമാവാതി വൽ അർള്, ആകാശഭൂമികൾ അതുപോലെ തന്നെ കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും ജീവൻ നിലനിർത്തുന്നത് അത് വെള്ളത്തിൽ കൂടിയാണ് എന്നുള്ളത് കാഫിരീങ്ങൾ കാണുന്നില്ലേ? അഫലാ യുമിനൂൻ, നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. സൂറത്തു അബസ ജുസിലെ 3-ാമത്തെ സൂറത്താണ്. നമ്മളൊക്കെ ഒരുപാട് ഓതിയ പാരായണം ചെയ്തിട്ടുള്ള സൂറത്താണ്, പഠിച്ചിട്ടുള്ള സൂറത്താണ്. ആ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് കാണാം, ഫൽയൻസുരിൽ ഇൻസാനു ഇലാ തുആമി, എല്ലാ മനുഷ്യർ അവര് കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് മനുഷ്യർ നോക്കുന്നില്ലേ? അന്നാ സബബനൽ മാഅ സബ്ബ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഴ ആകാശത്ത് നിന്ന് വർഷിപ്പിച്ച് നൽകിയതല്ലേ? സുമ്മ ശഖഖനൽ അർള ശഖാ, അങ്ങനെ ആ മഴ ഉണ്ടായതോടുകൂടി ഭൂമി ഇതാ വല്ലാത്ത ഒരു പിളർപ്പ്, ഭൂമി പിളരുന്നു. എന്നിട്ടോ ഫഅംബത്നാ ഫീഹാ ഹബ്ബാ, അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്ന് ഫലവൃക്ഷങ്ങൾ അല്ലാഹു മുളപ്പിച്ചു കൊണ്ടുവരുന്നു. വഇനബൻ വഖറബാ, പച്ചക്കറികളും മുന്തിരികളും, വസൈതൂനൻ വനഖലാ, അതെങ്ങനെയുള്ളത്? വസൈതൂൻ, സൈത്തൂനും ഒലിവും അതുപോലെ തന്നെ നഖ്ല് ഈത്തപ്പനകളും, വഹദായിഖ ഗുൽബ, അതുപോലെ തന്നെ ഒരുപാട് വൃക്ഷങ്ങളും തോട്ടങ്ങളും, വഫാകിഹതൻ വഅബ്ബ, അങ്ങനെയുള്ള ഒരുപാട് ഫലങ്ങൾ, മതാഅൻ ലക്കും വലിഅൻആമിക്കും, അതെന്തിനാണ്? അത് മനുഷ്യർക്കും അവരുടെ കന്നുകാലികൾക്കും ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് നാം അത് നൽകിയിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പോ മഴ എന്നത് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് എന്നാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. സൂറത്തു മുഅ്മിനൂൻ 19-18 വചനങ്ങൾ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദർ ഫഅസ്കന്നാഹു ഫിൽ അർളി വഇന്നാ അലാ ദഹാബിൻ ബിഹി
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആകാശത്തു നിന്ന് ഇറക്കുന്ന വെള്ളങ്ങൾ അത് ഭൂമിയിലേക്ക് എത്തുന്നു, എന്നാൽ അതിനെ തിരിച്ചെടുക്കുവാനും അല്ലാഹുവിന് കഴിവുള്ളതാണ്. ഫഅൻശഅനാ ലകും ബിഹി ജന്നാതിൻ മിൻ നഖീൽ, അങ്ങനെ ആ വെള്ളം അത് ഭൂമിയിലേക്ക് എത്തിക്കുകയും പിന്നീട് തോട്ടങ്ങളും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ മുളപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നു. മിൻ നഖീൽ വ അനാബ്, ഈത്തപ്പനകൾ, അതുപോലെ തന്നെ മുന്തിരിവള്ളികൾ. ലകും ഫീഹാ ഫവാകിഹ, അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഫലങ്ങൾ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. കസീറത്തും വമിൻഹാ തഅകുലൂൻ, നിങ്ങൾ അത് ഇപ്പോഴും തിന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇതിലൂടെയൊക്കെ അല്ലാഹു നമുക്ക് നൽകിയ മഴ എന്ന വലിയ കാരുണ്യത്തിന്റെ അനുഗ്രഹത്തിന്റെ ആ കാരുണ്യം അത് തിരിച്ചറിയുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഇത്തരത്തിലുള്ള ആയത്തുകൾ നമ്മളിലേക്ക് ഇട്ടുതരികയാണ്. ഇനി ആ മഴ എന്നുള്ളത് നമ്മളിൽ ഇല്ലെങ്കിലോ മനുഷ്യ ജീവിതത്തിന്റെ ക്രമം തന്നെ തെറ്റിപ്പോകും എന്ന് ഖുർആനിൽ കാണാം. കൃഷികളെല്ലാം ഉണങ്ങിപ്പോകും, ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് കിട്ടാതാകും. അങ്ങനെ വെള്ളം കിട്ടാതെ മനുഷ്യരും കന്നുകാലികളുമെല്ലാം ചത്തൊടുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആളുകൾ മാറും എന്ന് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളോട് മുഴുവൻ മനുഷ്യരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, യഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടിനാഥനെ നിങ്ങൾ ആരാധിക്കുക. വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളെയും സൃഷ്ടിച്ച അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുക, സൂക്ഷിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു അടുത്ത ആയത്തുകളിൽ നമ്മൾ പഠിപ്പിച്ചു തരികയാണ്, അല്ലദീ ജഅല ലകുമുൽ അർള ഫിറാശ, സൃഷ്ടിക്കുക മാത്രമല്ല പിന്നീട് ഈ ഭൂമിയെ ഒരു വിരിപ്പാക്കിക്കൊണ്ട് അല്ലാഹു നമുക്ക് നൽകി. വസ്സമാഅ ബിനാഅ, ആകാശത്തെ മേൽക്കൂരയായി അല്ലാഹു നമുക്ക് നൽകി. എന്നിട്ടോ വഅൻസൽനാ മിനസ് സമാഇ മാഅ, എന്നിട്ട് ആ ആകാശത്ത് നിന്ന് വെള്ളം നമുക്ക് അല്ലാഹു മഴയായി നമ്മളിലേക്ക് എത്തിച്ചു. അങ്ങനെ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് റിസ്ഖായി കൊണ്ട് ഉപജീവനമായി കൊണ്ട് അതിൽ നിന്ന് ഒരുപാട് ഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. അതുകൊണ്ട് ഫലാ തജ്അലൂ, നിങ്ങളാക്കരുത്, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, അല്ലാഹുവിന് ഒരു സമൻ നിങ്ങൾ ആക്കരുത്, സമന്മാരായി കൊണ്ട് അല്ലാഹുവിന് മറ്റൊരാളെ നിങ്ങൾ കൊണ്ടുവരരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ മഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ ഉണർത്തുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് ആ വിഷയങ്ങൾ അത്തരത്തിൽ മനസ്സിലാക്കാൻ അല്ലാഹുവിന്റെ കാരുണ്യമാണ്, അനുഗ്രഹമാണ് എന്നത് തിരിച്ചറിയുവാൻ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, മാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ ബറകത്തിൻ ഇല്ലാ അസ്ബഹ ഫരീഖൻ മിനൻ നാസി ബിഹാ കാഫിരീൻ, എന്നാൽ മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു വലിയ കൂട്ടം അവർ അവിശ്വാസികളായി പോകുന്നു. കാരണം എന്താണ്? യുനസ്സിലുല്ലാഹുൽ ഗൈസ ഫയഖൂലൂന അൽ കൗകൗ, ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിക്കുന്ന സമയത്ത് ചില ആളുകൾ പറയുന്നു, അത് ഇന്ന ഞാറ്റുവേല കാരണമാണ് ഉണ്ടായിട്ടുള്ളത്, അതല്ലെങ്കിൽ ഇന്ന നക്ഷത്രം കാരണമാണ് അത് ഉണ്ടായിട്ടുള്ളത് എന്ന് ചില ആളുകൾ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവർ അവിശ്വസിച്ചു കഴിഞ്ഞു. മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, സയ്യിദ് ഇബ്നു ഖാലിദ് റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം നിവേദനം ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയാണ്, സല്ല ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത സുബ്ഹ് ഫിൽ ഹുദൈബിയയിൽ വെച്ച് ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സുബ്ഹ് നമസ്കാരം നമസ്കരിക്കുകയുണ്ടായിരുന്നു. അലാ ഇസ്രി സമാഇ കാനത് മിനൽ ലൈൽ, എന്നാൽ തലേന്ന് രാത്രി അവിടെ നല്ല മഴയും പെയ്യുകയുണ്ടായിരുന്നു. ഫഖാല, അങ്ങനെ സുബ്ഹ് നമസ്കാരത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ അടിമകളിൽ വെച്ച് ചില ആളുകൾ അവർ ഇന്നലെ ആ മഴ പെയ്യുന്ന സമയത്ത് അവർ അല്ലാഹുവിൽ പൂർണ്ണമായി വിശ്വസിച്ചു. എന്നാൽ ചില ആളുകൾ അവർ കാഫിര്യങ്ങളായും പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ മഴ പെയ്യിക്കുന്നത് അത് തീർച്ചയായും അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അത് അല്ലാഹുവിന്റെ കാരുണ്യമാണ് എന്ന് നമുക്ക് നൽകുന്നതാണ് എന്ന് ആ രൂപത്തിൽ വിശ്വസിച്ച ആളുകൾ അവർ വിശ്വാസികളാണ്. എന്നാൽ കൗകബ്, ഏതെങ്കിലും ഒരു നക്ഷത്രം ഞാറ്റുവേല കാരണമാണ്
ഇത്തരത്തിലുള്ള മഴയുണ്ടാകുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിശ്വസിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. മഴ പെയ്യുന്ന സമയത്തുള്ള പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഈ പെയ്യുന്ന മഴ അത് ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഉപകാരപ്രദമായ ഒരു മഴയാക്കി നൽകണമേ എന്നുള്ള പ്രാർത്ഥനകൾ. ആ മഴ പെയ്തു പോയി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മ, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടും അവന്റെ റഹ്മത്ത് കൊണ്ടും ഞങ്ങൾക്ക് ഈ മഴ ലഭിച്ചു എന്ന് അല്ലാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ നടത്തണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരു ഭൂമി കുലുക്കം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, മാ കാനത് ഹാദിഹി സൽസല ഇല്ലാ അൻ ശൈഇൻ അഹദസ്തുമു, അല്ലയോ ജനങ്ങളെ, ഇവിടെ ഇന്ന് നടന്നിട്ടുള്ള ഈ ഭൂമി കുലുക്കം അത് നിങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ലഇൻ ആദത് അസാകിനുകും ഫീഹാ അബദൻ, ഇനി നിങ്ങൾ അത് ആവർത്തിക്കുകയാണെങ്കിൽ ഞാൻ ഈ നാട് തന്നെ വിട്ടുപോകും എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന വാചകം ചരിത്രത്തിൽ നമുക്ക് കാണാം. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ അത് നമ്മളിലേക്ക് ശിക്ഷയായി ഇറങ്ങാതിരിക്കുവാൻ നമ്മളുടെ ജീവിതം കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ കൽപ്പന നിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിൽ നമ്മളോട് ചോദിക്കുന്ന വല്ലാത്തൊരു ചോദ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അഫലാ യറൗന അന്നഹും, എല്ലാ മനുഷ്യർ കാണുന്നില്ലേ, അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈൻ, എല്ലാ വർഷവും എന്റെ പരീക്ഷണങ്ങൾ അവരിൽ ഉണ്ടാകുന്നത് അവർ കാണുന്നില്ല. മറത്തൻ ഔ മറത്തൈൻ, ഒന്നോ രണ്ടോ പ്രാവശ്യം എല്ലാ വർഷത്തിലും എന്റെ ശിക്ഷ അവരിലേക്ക് പതിക്കുന്നത് അവർ കാണുന്നില്ലേ. സുമ്മ ലാ യതൂബൂൻ, എന്നിട്ടും എന്തുകൊണ്ട് അല്ലാഹുവിലേക്ക് എന്നിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് അവർ മടങ്ങുന്നില്ല. വലാ ഹും യദക്കറൂൻ, എന്തുകൊണ്ട് ഇപ്പോഴും ആളുകൾ ചിന്തിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിലൂടെ ചോദിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം അത് കൃത്യമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ച ആ മാർഗരേഖകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമുക്ക് ചരിത്രത്തിൽ സ്വഹാബികളുടെ ചരിത്രം നമുക്ക് കാണാം. അവരൊക്കെ അവരുടെ ജീവിതത്തിൽ 10 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞാൽ ആ 10 ആയത്തുകളിലുള്ള നന്മകൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുമായിരുന്നു. ആ 10 ആയത്തുകളിൽ എന്തെങ്കിലും തിന്മ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ അതവർ മാറ്റിവെക്കുമായിരുന്നു. അതല്ലാതെ അടുത്ത 10 ആയത്തിലേക്ക് അവർ കടക്കുമായിരുന്നില്ല എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, ഒരുപാട് കാലശേഷമാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്, ഇന്ന് സൂറത്തുൽ ബഖറ ഞാൻ മുഴുവനായി മനഃപ്പാഠമാക്കി കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സൂറത്തുൽ ബഖറ മനഃപ്പാഠമാക്കാൻ ഒരുപാട് സമയമെടുത്തു. കാരണം സൂറത്തുൽ ബഖറയിലെ ഓരോ ആയത്തുകളിലുമുള്ള നന്മകൾ അത് ജീവിതത്തിൽ പകർത്തുകയും അതുപോലെ തന്നെ അതിൽ നിന്ന് നാം ഒഴിവാക്കേണ്ടത് അദ്ദേഹം ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം ആ രൂപത്തിൽ സൂറത്തുൽ ബഖറ തന്നെ ക്രമീകരിച്ചെടുക്കുവാൻ അദ്ദേഹത്തിന് നാടുകളോളം വേണ്ടി വന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ആ രൂപത്തിൽ ഒരുപാട് നാം കേൾക്കുന്നു, പഠിക്കുന്നു, എഴുതുന്നു, വായിക്കുന്നു. അതിലുപരി നാം കേട്ടതും പഠിച്ചതുമെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തൗഫീഖ്. ആ തൗഫീഖ് നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള തൗഫീഖ് ലഭിച്ച ആളുകളിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله وحده والصلاة والسلام على من لا نبي بعده. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്.
നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമായ മഴ അതിനെ ആ രൂപത്തിൽ തിരിച്ചറിയുവാനും പ്രാർത്ഥനകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ മഴയുടെ നിമിഷങ്ങളിലെല്ലാം അള്ളാഹുവിനെ ഓർക്കുവാനും സ്മരിക്കുവാനും ഒരു വിശ്വാസി എന്നോണം നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേ സമയത്ത് കേരളത്തിന്റെ അഷ്ടദിക്കുകളിൽ ഒരുപാട് പ്രയാസപ്പെടുന്ന വീട് നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർ വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ട ഒരുപാട് സഹോദരി സഹോദരന്മാർ അവരൊക്കെ ഇന്നും നമ്മൾ വാർത്തകളിൽ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് സാധിക്കുന്ന വിധം അവർക്കുള്ള സഹായങ്ങൾ നൽകുകയും അതുപോലെ തന്നെ നിരന്തരം അവർക്ക് വേണ്ടി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥനകൾ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയും നമ്മൾ ചെയ്യണം. അവരിൽ നിന്ന് അവരനുഭവിക്കുന്ന ആ പ്രയാസം അത് നീക്കിക്കൊടുക്കുവാൻ നമ്മുടെ ഉള്ളിൽ എന്നും അള്ളാഹുവിനോട് പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെയാണ് വിശ്വാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്. ശരീരത്തിന്റെ പ്രത്യേകത ആ ശരീരത്തിന്റെ തലക്കൊരു പ്രയാസം വന്നാൽ ആ ശരീരം മുഴുവൻ അന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഉറങ്ങാതെ കിടക്കും വേദന കൊണ്ട്. മസലുൽ ജസദ് അതുപോലെയാണ് വിശ്വാസി സമൂഹം. ഒരു വിശ്വാസിക്ക് ഒരു പ്രയാസം സംഭവിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ വിശ്വാസി ജനങ്ങളുടെയും പ്രയാസമാണ്. അങ്ങനെ ഒരു ശരീരമാണ് വിശ്വാസികൾ, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെയായിരിക്കണം നാം മുന്നോട്ട് പോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിന്റെ ആ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ കേരളത്തിന്റെ ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് ഈ ഒരു മഴയുടെ കാലാവസ്ഥയിൽ ഒരുപാട് വീടും കുടുംബവും ഒക്കെ നഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്ന ദുഃഖിക്കുന്ന ഒരുപാട് ഉമ്മമാർ മക്കൾ അവരുടെയൊക്കെ പ്രയാസത്തിന് അല്ലാഹു എളുപ്പം നൽകുകയും ഏറ്റവും ഹൈറായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടവർ അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മളൊക്കെ ഒരു ദിവസം പള്ളിക്കാട്ടിലെ ഖബറിൽ ഒറ്റക്ക് ആരോരുമില്ലാതെ ആ 6 അടി മണ്ണിൽ കിടക്കേണ്ടവരാണ് എന്ന ബോധം എന്ന് നമുക്കുണ്ടാകണം. അന്ന് ആ ബർസഖി ജീവിതത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുകൂടുവാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല എളുപ്പമുള്ള മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ടും മാനസികമായും സാമ്പത്തിക ജീവിതത്തിലൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ ഉമ്മമാർ അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയ ഒരുപാട് ആളുകൾ അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ഏറ്റവും ഹൈറായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് വിശ്വാസി സമൂഹം ഉമ്മമാർ പിഞ്ചുമക്കൾ പൈതങ്ങൾ അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം പ്രദാനം ചെയ്യുകയും നാളെ നമ്മെയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ അജ്ർനാ മിനൻ നാർ റബ്ബനാ അജ്ർനാ മിനൻ നാർ റബ്ബനാ അജ്ർനാ വ അജ്ർ വാലിദൈനാ മിനൻ നാർ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ذُرِّيَّاتِنَا قُرَّةَ أَعْيُنٍ وَاجْعَلْنَا لِلْمُتَّقِينَ إِمَامًا ربنا